ഹലോ എവരി വൺ, അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ 1 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് ഡ്രോയിങ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു ട്രീസ് റോയിൽ നിൽക്കുന്നതും അതുപോലെ നമ്മളൊരു ടൗണ് ഒരു ബിൽഡിങ്സ് ഒരു സൈഡ് ട്രീസ് ആണെങ്കിൽ മറ്റൊരു സൈഡ് ബിൽഡിങ്സ് എങ്ങനെയാവും നിൽക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ചില ഡ്രോയിങ് പഠിപ്പിക്കുന്ന വീഡിയോകളിൽ പോലും ഇത് ഭയങ്കര റോങ് ആയിട്ടാണ് വരച്ച് കാണിക്കുന്നത്. അതുകൊണ്ട് എസ്പെഷ്യലി ഈ ബിൽഡിങ്സ് ഒക്കെ വരയ്ക്കുന്ന കണ്ടീഷനിൽ. സോ ഞാൻ ഈ ട്രീസ് വരച്ചതിന് ശേഷം ഞാൻ കാണിക്കുന്നത് റോങ് ആയിട്ട് എങ്ങനെയാണ് ബിൽഡിങ്സ് വരയ്ക്കുന്നത് എന്നുള്ളതും അതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള വേ എങ്ങനെയാണെന്നുള്ളതും ഞാൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവരുത്. നമ്മൾ ബോക്സ് വരയ്ക്കുന്ന പോലെയല്ല നമ്മൾ 1 പോയിൻറ്റ് പെർസ്പെക്റ്റീവിൽ ബിൽഡിങ്സ്. നമ്മളിവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, വാനിഷിംഗ് പോയിൻറ്റിനോട് നമ്മൾ വരയ്ക്കുന്ന എന്ത് ഒബ്ജക്റ്റ് ആവട്ടെ അടുക്കും തോറും, വാനിഷിംഗ് പോയിൻറ്റിൻ്റെ അടുത്തോട്ട് അത് പോകും തോറും ആ ഒരു ഒബ്ജക്റ്റ് ചെറുതായി പോകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വാനിഷിംഗ് പോയിൻ്റ് എന്ന പേര് ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ മരങ്ങളാവട്ടെ ബിൽഡിങ്സ് ആവട്ടെ വാനിഷിംഗ് പോയിൻറ്റിനെ അടുക്കും തോറും അവിടെ അത് ചെറുതായി പോകും കേട്ടോ. ഇനി നമ്മൾ സ്ട്രീറ്റ്സ് ഒക്കെ വരയ്ക്കുന്ന കേസിൽ പല വീഡിയോസിലും കാണുന്നത് പോലെ, അതായത് ബിൽഡിങ്സിൻ്റെ മുകൾ ഭാഗം ഫ്ലാറ്റ് ആക്കി കൊടുക്കും. അതായത് വാനിഷിംഗ് പോയിൻറ്റിൻ്റെ ഹൊറൈസണിൻ്റെ പാരലായിട്ട് കൊടുക്കും. അങ്ങനെ ഒരിക്കലും കൊടുക്കരുത്. എങ്ങനെയാണോ നമ്മുടെ സ്ലോപ്പ് വരുന്നത് വാനിഷിംഗ് പോയിൻറ്റിലോട്ട്, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്ലോപ്പ് കൊടുക്കണം. എങ്കിലേ ഉള്ളൂ. ഇത് ആ ഒരു മിസ്റ്റേക്ക് കാണിച്ചു തരാനാണ് ഞാനിതിങ്ങനെ വരയ്ക്കുന്നത്. നമ്മൾ പാരലായിട്ട് ഹൊറൈസണിന് വരച്ച് കൊടുക്കുകയാണെങ്കിൽ അത് മിസ്റ്റേക്കായിട്ട് തന്നെ വരും. ഓക്കെ, നമ്മളൊരു സ്ട്രെയിറ്റ് വരയ്ക്കുമ്പോൾ നമ്മൾ മുകളിലോട്ടും താഴോട്ടും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം. അതായത് നമ്മൾ ഹൊറൈസണിൽ നിന്ന് ഈക്വലായിട്ട് മുകളിലോട്ടും താഴോട്ടും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്ട്രീറ്റ് ആവട്ടെ വീടുകളാവട്ടെ മരങ്ങളാവട്ടെ ഒക്കെ വരയ്ക്കാൻ. പുതിയ മരങ്ങളുടേത് ഇങ്ങനെ മിസ്റ്റേക്സ് കണ്ടുവരാറില്ല, പക്ഷേ ബിൽഡിങ്സ് വരയ്ക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മിസ്റ്റേക്സ് കണ്ടുവരാറ്. നിങ്ങൾ 1 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് സ്കെയിൽ യൂസ് ചെയ്യാതെയോ നിങ്ങളിത് വരച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് ഡെയിലി ലൈഫിലുള്ള ഡ്രോയിങ്സിലൊക്കെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക്